വളരെ തീവ്രമായ രോഗങ്ങൾ, ദുരിതങ്ങൾ, ദോഷങ്ങൾ ഇതിൽ നിന്ന് പരിഹാരമായി വരുന്ന വളരെ ശക്തമായ ഒരു കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, മഹാസഞ്ജീവനി പൂജ. തീവ്രജ്വരേ തീവ്രതരാഭിചാരേ സോന്മാദകേ ദാഹഗതേ ജമോഹേ കരോതു ശാന്തിം സഞ്ജീവനിം ചാഷ്ടസഹസ്ര സംഖ്യാം. തീവ്രമായ രോഗങ്ങൾ, ദുരിതങ്ങൾ, മറ്റ് ക്ലേശങ്ങൾ ഇവയുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ശാന്തി നൽകുന്നത് എന്താണ്? സഞ്ജീവനിം ചാഷ്ടസഹസ്ര സംഖ്യാം. 8000 ഒരു സഞ്ജീവനി മന്ത്രം ജപിച്ച് ഹോമ അർച്ചനകൾ നടത്തുന്നതാണ് ഏറ്റവും വിശിഷ്ടമായ കാര്യം. ഈ മന്ത്രം ജപിച്ച് ഹോമം നടത്തുന്നതിന് മഹാമൃത്യുഞ്ജയ ഹോമം എന്ന് പറയും. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അതിവിശിഷ്ടമായ പുഷ്പാഞ്ജലി ചെയ്യുന്നത് മഹാസഞ്ജീവനി പൂജ. ഇതിൻ്റെ ദേവത സഞ്ജീവനി രുദ്രൻ എന്നറിയപ്പെടുന്ന ശിവന്റെ ഒരു രൂപമാണ്. സമ്പൂർണമായ അമൃതത്വമാണ് ഇതിൻ്റെ ഫലം. അമൃതേശ്വര മഹാമൂർത്തി എന്നും പറയും. അമൃതിൻ്റെ അധിദേവനായ മഹാദേവനാണ് ഈ ധ്യാനത്തിൽ പ്രത്യക്ഷമാകുന്നത്. മഹാസഞ്ജീവനി എന്നറിയപ്പെടുന്ന മന്ത്രമുണ്ട്. ഈ മന്ത്രം പണ്ട് രാമായണത്തിൽ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് മോഹാലസ്യപ്പെട്ട രാമലക്ഷ്മണന്മാരെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹനുമാൻ മല ഉയർത്തിയെടുത്തു വന്ന കഥയൊക്കെ രാമായണം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഹനുമാൻ കൊണ്ടുവന്ന ആ മലയിൽ വിശല്യകരണി, സന്താനകരണി എന്നറിയപ്പെടുന്ന 2 ഔഷധ ചെടികളാണുള്ളത്. ഈ ചെടികൾ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതിന്മേൽ മഹാസഞ്ജീവനി മന്ത്ര ശക്തി ആവേശിപ്പിച്ച് ശുക്രാചാര്യർ നൽകിയപ്പോഴാണ് രാമലക്ഷ്മണന്മാർ മോഹാലസ്യത്തിൽ നിന്ന് ഉണരുന്നത്. അപ്പോൾ അത്രമേൽ ശക്തമായ ഒന്നാണ് മഹാസഞ്ജീവനി മന്ത്രം. ഈ മന്ത്രം ഉപയോഗിച്ചുള്ള വിശിഷ്ടമായ പൂജാകർമ്മം സർവരോഗശാന്തി നൽകുന്നതാണ്. നമസ്കാരം.